രൂപ മരിക്കുന്നു. ഇന്ത്യ സാമ്പത്തിക ദുരന്തത്തിലേക്ക്. വിദേശ നിക്ഷേപകർ നാടുവിടുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ഇവയൊക്കെ ആയിരിക്കും. ഇന്റർനെറ്റിലെ ചില സാമ്പത്തിക വിദഗ്ധരും വിദേശ മാധ്യമങ്ങളും നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. രൂപ ഡോളറിനെതിരെ 85ഉം 86ഉം കടന്ന് കുതിക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഭയമാണ്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധി കേന്ദ്രങ്ങൾ ഇരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ RBI എന്തുകൊണ്ടാണ് രൂപയെ ഇങ്ങനെ താഴേക്ക് പോകാനായി അനുവദിക്കുന്നത് എന്ന്? ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം $700 ബില്യൺ മുകളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് RBI വിപണിയിൽ ഡോളറുകൾ വാരി വിതറി രൂപയെ സംരക്ഷിക്കുന്നില്ല? ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയതാണോ, അതോ ഇന്ത്യയെ നശിപ്പിക്കാൻ ആരെങ്കിലും നടത്തുന്ന ഗൂഢാലോചനയാണോ ഇത്? ഒരിക്കലുമല്ല. നിങ്ങൾ ഇന്ന് കാണുന്നത് വെറും ഒരു തകർച്ചയെ കുറിച്ചല്ല, ഇതൊരു സ്ട്രാറ്റജിക് റിട്രീറ്റ് അഥവാ വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന് മുന്നോടിയായി നമ്മുടെ സൈന്യം നടത്തുന്ന തന്ത്രപരമായ പിന്മാറ്റമാണ്. 2025 അവസാനിക്കാൻ പോകുന്നു. 2026 ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാമ്പത്തിക മഹാപ്രളയത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ പ്രളയത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം തകർന്നടിയുമ്പോൾ ഭാരതത്തെ സുരക്ഷിതമായ ഒരു കരയിലേക്ക് മാറ്റാനായി നരേന്ദ്രമോദി സർക്കാരും RBIയും ചേർന്ന് നടത്തുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആണിത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും രൂപയെ കുറിച്ചല്ല, ലോകം മാറാൻ പോകുന്ന പുതിയ സാമ്പത്തിക ക്രമത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഡോളറിനെ കൈവിടുന്നത്? ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇത് കണ്ടാൽ രൂപയുടെ മാറ്റം കണ്ട് നിങ്ങൾ പേടിക്കില്ല. പകരം ഭാരതത്തിന്റെ ദീർഘവീക്ഷണത്തെ ഓർത്ത് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കും. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആരെയാണോ ഇത്രയും കാലം മാതൃകയായി കണ്ടിരുന്നത്, ആ അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ലോകം ഇന്ന് നേരിടുന്ന പല സാമ്പത്തിക പ്രതിസന്ധികളുടെയും പ്രഭവ കേന്ദ്രം വാഷിംഗ്ടൺ ആണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്നത് ഉൽപാദനത്തിലല്ല, മറിച്ച് വെറും കടത്തിന്റെ മേലാണ്. $35 ട്രില്യൺ ആണ് അവരുടെ ഇന്നത്തെ കടം എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു സംഖ്യയല്ല. ഓരോ സെക്കൻഡിലും അമേരിക്ക $1 ലക്ഷം കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇത് 39 ട്രില്യണിലേക്ക് എത്തും. അമേരിക്കയുടെ GDP വളർച്ച പരിശോധിക്കുമ്പോൾ അത് 1.5% കൂപ്പുകുത്തി. അവിടെ സാധാരണക്കാരനൊരു വീട് വാങ്ങാനോ കുട്ടികളെ പഠിപ്പിക്കാനോ കഴിയാത്ത വിധം പണപ്പെരുപ്പം വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ S&P ഇപ്പോഴും ഉയരത്തിലാണല്ലോ എന്ന്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കെണി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ മൊത്തം ഓഹരി വിപണിയുടെ 35% വെറും 7 കമ്പനികളുടെ കൈകളിലാണ്. ഇതിനെയാണ് നമ്മൾ മാഗ്നിഫിഷ്യന്റ് 7 എന്നറിയപ്പെടുന്ന ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആമസോൺ, ആൽഫബറ്റ്, മെറ്റ, ടെസ്ല. ഈ കമ്പനികൾക്ക് ഒരു ചെറിയ തിരിച്ചടിയെങ്ങാനും നേരിട്ട അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ആ നിമിഷം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. സത്യം പറഞ്ഞാൽ അമേരിക്കൻ ജനതയുടെ വരുമാനമോ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയോ അല്ല ഈ വളർച്ച കാണിക്കുന്നത്, മറിച്ച് ഫെഡറൽ റിസർവ് യന്ത്രം പോലെ അച്ചടിക്കുന്ന വ്യാജ ഡോളറുകളുടെ കൃത്രിമമായ ഊതിപ്പെരുപ്പിക്കലാണ്. 93% മാന്ദ്യ സാധ്യതയാണ് അമേരിക്കയിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അവർ അവരുടെ മരണശ്വാസം അഥവാ അന്ത്യശ്വാസം വലിക്കുന്നു. മുങ്ങുന്ന കപ്പലിലെ ക്യാപ്റ്റൻ ചെയ്യുന്നത് പോലെ താൻ മുങ്ങുമ്പോൾ കൂടെയുള്ളവരെയും കൂട്ടി മുക്കാൻ വേണ്ടി അമേരിക്ക ഇവിടെ ഇങ്ങനെ ശ്രമിക്കുകയാണ്. ലോക രാജ്യങ്ങളെല്ലാം ഡോളറിൽ തളച്ചിട്ട് സ്വന്തം തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവരുടെ നീക്കം. പക്ഷേ ഇന്ത്യ ആ കെണി മുൻകൂട്ടി തിരിച്ചറിഞ്ഞു. ഇനി ഇന്ത്യയിലേക്ക് വരാം. അതായത് എന്തുകൊണ്ടാണ് RBI രൂപയെ ഇങ്ങനെ ഇടിയാനായി അനുവദിച്ചു കൊടുക്കുന്നത്? 2013 രൂപ ഇടിഞ്ഞപ്പോ നമ്മൾ പരിഭ്രാന്തരായിരുന്നു. കാരണം അന്ന് നമ്മുടെ കയ്യിൽ വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത് ഒന്നുമില്ല. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ കയ്യിൽ $700 ബില്യൺ കരുത്തുണ്ട്. വിചാരിച്ചാൽ RBIക്ക് രൂപയെ പിടിച്ചൊക്കെ നിർത്താം. പക്ഷെ അവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? RBI ഇവിടെ വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി എന്ന തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡോളർ തകരാൻ പോവുകയാണെന്ന് ഇന്ത്യക്ക് വ്യക്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് അറിയാം. തകരാൻ പോകുന്ന ഒരു കപ്പലിൽ നമ്മുടെ ബോട്ടുകളെ ചങ്ങലയിട്ട് പൂട്ടുന്നത് ബുദ്ധിയാണോ? അല്ല. ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ മറ്റൊന്നാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ അല്പം കുറയുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയും. ഇത് നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനായി സഹായിക്കും. ചൈന വർഷങ്ങളായി ലോകം കീഴടക്കിയത് അവരുടെ കറൻസിയുടെ മൂല്യം കൃത്രിമമായി കുറച്ചു നിർത്തിക്കൊണ്ടാണ്. ഇന്ത്യ ഇന്ന് അതേ പാതയാണ് ഉപയോഗിക്കുന്നത്. അഥവാ നമ്മുടെ രൂപയുടെ മൂല്യം ഇപ്പോൾ കുറച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലേഷനിലേക്ക് പോകാൻ പോവുകയാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കടലാസപണമായി ഡോളർ തകരുമ്പോൾ ലോകത്ത് വിലയുണ്ടാവുക സ്വർണത്തിന് മാത്രമായിരിക്കും. കഴിഞ്ഞ 2-3 വർഷമായി ഇന്ത്യ വാങ്ങിക്കൂട്ടുന്ന സ്വർണത്തിന്റെ അളവ് ഒന്ന് പരിശോധിക്കാം. 800 ടണ്ണിലധികം സ്വർണ്ണമാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. ഇംഗ്ലണ്ടിലെ ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ സ്വർണം മോദി സർക്കാർ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ച വാർത്ത നിങ്ങൾ കേട്ട് കാണും. അത് വെറുതെ ഒന്നല്ല, വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക യുദ്ധത്തിന് ഇന്ത്യ സുരക്ഷിതമായ കോട്ടകൾ ഇപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യയിൽ പണം നിക്ഷേപിച്ച് ലാഭം മാത്രം നോക്കി പണം പിൻവലിക്കുന്ന വിദേശ നിക്ഷേപകർ ഇപ്പോൾ പണം പിൻവലിക്കുന്നുണ്ട്. ഇന്ത്യ അവരെ തടയുന്നേയില്ല. പകരം ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങുന്ന ദീർഘകാല നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് നമ്മൾ ചുവന്ന പരവതാനി ഇവിടെ വിരിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ വളർച്ചയിൽ വിശ്വസിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, അവർ മാത്രം ഇവിടെ നിക്ഷേപിച്ചാൽ മതി, അല്ലാത്തവർക്ക് പോകാമെന്നാണ് ഇന്ത്യ പറയുന്നത്. അതായത് ഈ ശക്തമായ സന്ദേശമാണ് ഇന്ത്യ ഇപ്പോൾ മുഴക്കുന്നത്. ഇന്ത്യൻ രൂപ ഇടിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഡോളർ ഉപയോഗിക്കുന്നു എന്നതാണ്. ഡോളറിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ രൂപയുടെ മൂല്യം കുറയും. ഈ ചക്രം തകർക്കാൻ മോദി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യ 20-ലധികം രാജ്യങ്ങളുമായി രൂപയിൽ നേരിട്ട് വ്യാപാരം നടത്താനായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. റഷ്യയിൽ നിന്നും UAE-യിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങുന്നത് നമ്മുടെ രൂപ കൊടുത്തുകൊണ്ടാണ്. പെട്രോ ഡോളർ എന്ന അമേരിക്കൻ ആയുധത്തിന്റെ മുനയൊടിക്കുകയാണ് ഇന്ത്യ ഇതിലൂടെ ചെയ്യുന്നത്. ലോകം മുഴുവൻ ഡോളറിനെ ഭയക്കുമ്പോൾ രൂപയെ ഒരു അന്താരാഷ്ട്ര കറൻസിയാക്കി മാറ്റാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. നമ്മുടെ മറ്റൊരു വലിയ നീക്കം ഊർജ സ്വയം പര്യാപ്തതയാണ്. ഗ്രീൻ ഹൈഡ്രജൻ, എത്തനോള്, ബ്ലെൻഡിങ്, സോളാർ എനർജി എന്നിവയിൽ ഇന്ത്യ നടത്തുന്ന ലക്ഷക്കണക്കിന് കോടികളുടെ നിക്ഷേപം ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഊർജത്തിന് വേണ്ടി നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതൊക്കെ പകുതിയാക്കി കുറച്ചു കാണിക്കും. നമ്മുടെ പണം ഡോളറായി പുറത്തേക്ക് പോകില്ല എന്ന് സാരം. അത് ഇന്ത്യയിൽ തന്നെ നിൽക്കും. ഇതിനെയാണ് ദീർഘവീക്ഷണം എന്ന് വിളിക്കുന്നത്. ഇന്ത്യ നശിക്കുന്നു എന്ന് പറയുന്നവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള ചില സത്യങ്ങൾ ഒന്ന് പരിശോധിച്ചാലോ? ജർമ്മനിയും ജപ്പാനും ബ്രിട്ടനും മാന്ദ്യത്തിന്റെ പിടിയിൽ അമരുമ്പോൾ ഇന്ത്യ 7% മുകളിൽ വളരുകയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ, അക്കാര്യത്തിൽ ഇനി സംശയമേ വേണ്ട, നമ്മുടെ ഭാരതം മാത്രമാണ്. ലോകത്തിലെ മൊത്തം ഡിജിറ്റൽ ഇടപാടുകളുടെ 46% നടക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മുടെ UPI ഇന്ന് സിംഗപ്പൂരിലും ഫ്രാൻസിലും ഗൾഫ് രാജ്യങ്ങളിലും ലഭ്യമാണ്. വികസിത രാജ്യങ്ങൾ പോലും നമ്മുടെ സാങ്കേതിക വിദ്യ കണ്ട് അമ്പരക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഹൈവേകളുടെയും എയർപോർട്ടുകളുടെയും എണ്ണം കൂടി നമുക്ക് പരിശോധിക്കാം. വന്ദേ ഭാരത് ട്രെയിനുകൾ, നിർമ്മാണത്തിലിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിന്, പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പാലങ്ങൾ, ഇതൊന്നും തകരാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ ലക്ഷണങ്ങളല്ല. അതാരാണ് ഇവർക്കൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക? കണ്ണടച്ചിരുട്ടാക്കുകയല്ലേ അവർ ചെയ്യുന്നത്. പിന്നെ പർച്ചേസിംഗ് പവർ പാരിറ്റി അഥവാ PPP വാങ്ങൽ ശേഷി പ്രകാരം ഇന്ത്യ ഇന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഈ വളർച്ച കണ്ട് കണ്ണു കടിക്കുന്ന വിദേശ ശക്തികളും അവരുടെ ഇവിടുത്തെ ഏജന്റുകളും ചേർന്നാണ് ഇന്ത്യ തകരുന്നു എന്ന് പറഞ്ഞ് ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുന്നത്. ഇന്ത്യ ഒരു ആഗോള ശക്തിയാകുന്നത് ആർക്കും സഹിക്കാനാകുന്നില്ല. വിദേശ മാധ്യമങ്ങൾ നൽകുന്ന നെഗറ്റീവ് വാർത്തകൾ വെറും പ്രൊപ്പഗണ്ട മാത്രമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരുന്നവരല്ല ഭാരതീയർ, പ്രത്യേകിച്ചും ഇന്നത്തെ നേതൃത്വം. നമ്മുടെ നരേന്ദ്രമോദി എന്ന നേതാവ് അഗ്നിപരീക്ഷകളിലൂടെ കടന്നു വന്നയാളാണ്. ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം ആ സംസ്ഥാനത്തെ ചാരത്തിൽ നിന്നും കെട്ടിപ്പടുത്തുന്ന മുതൽ കോവിഡ് കാലത്ത് ലോകം പകച്ചു നിന്നപ്പോ ഇന്ത്യയെയും 100ഓളം രാജ്യങ്ങളെയും ഒരുപോലെ സഹായിച്ചത് വരെ നമ്മൾ കണ്ടതാണ്. അമേരിക്കൻ സാമ്രാജ്യം ആടി ഉലയുമ്പോ ആ കപ്പലിൽ നിന്ന് നമ്മൾ നമ്മുടെ ചങ്ങലകൾ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ചെറിയ ആഘാതങ്ങളൊക്കെ ഉണ്ടാകും. ഒരു വലിയ ശസ്ത്രക്രിയ നടക്കുമ്പോൾ വേദന ഉണ്ടാകുന്നത് സ്വാഭാവികല്ലേ. പക്ഷെ അത് ശരീരത്തിന്റെ ദീർഘകാല നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. രൂപയുടെ ഇന്നത്തെ ഈ മാറ്റം നാളത്തെ ഇന്ത്യയുടെ ഒരു വജ്രായുധമായി മാറും. അത് ഇനിയെങ്കിലും ഈ ഡയലോഗ് തട്ടിവിടുന്നവർ ഒന്ന് ഓർത്താൽ കൊള്ളാം. അമേരിക്ക മുങ്ങുമ്പോൾ ഇന്ത്യ പിടിച്ചു നിൽക്കും. കാരണം നമ്മൾ വെറും കടലാസ പണത്തിലല്ല വിശ്വസിക്കുന്നത്, മറിച്ച് 140 കോടി ജനങ്ങളുടെ അധ്വാനത്തിലും ഉൽപാദനക്ഷമതയിലുമാണ്. അപ്പോ ഈ പ്രതിസന്ധിയെയും ഇന്ത്യ ഒരു വലിയ അവസരമാക്കി മാറ്റുന്നു. രൂപയുടെ മൂല്യം കുറയുന്നത് കണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. ഇത് ലോകക്രമം മാറുന്നതിന്റെ പുതിയ സൂചനയാണ്. പഴയ ശക്തികൾ തകരുന്നു, പുതിയ ശക്തികൾ ഉയരുന്നു. അപ്പൊ ഈ പരിവർത്തന കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഇന്ത്യ നശിച്ചു എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വായിക്കുന്നത് പഴയ സ്ക്രിപ്റ്റ് ആണ്. പുതിയ ഇന്ത്യ ചരിത്രം തിരുത്തുന്നു. 2026 ആകുമ്പോഴേക്കും ലോകം ഭാരതത്തിന്റെ ഈ നീക്കങ്ങളെ കൈയടിച്ച് അംഗീകരിക്കും. അന്ന് ഡോളർ വെറും കടലാസായി മാറുമ്പോൾ ഇന്ത്യയുടെ രൂപ ലോകത്തിന് വഴികാട്ടും. നമ്മൾ നമ്മുടെ രാജ്യത്തെ വിശ്വസിക്കുന്നു, നമ്മുടെ നേതൃത്വത്തെ വിശ്വസിക്കുന്നു. വരാനിരിക്കുന്നത് ഭാരതത്തിന്റെ യുഗം തന്നെയാണ്. നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരു മറുപടിയാകട്ടെ. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് എല്ലാവരും അറിയട്ടെ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.